അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ മാസത്തിൽ ഈ 5 സമയങ്ങളിൽ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ദുആ ഖബൂൽ ചെയ്യും. അപ്പോൾ ഈ 5 സമയങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ 5 സമയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ സമയം എന്ന് പറയുന്നത് തഹജ്ജുദിൻ്റെ സമയമാണ്. റമളാൻ അല്ലാത്ത ദിവസങ്ങളിൽ പോലും തഹജ്ജുദിൻ്റെ സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല വളരെയധികം നമ്മളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും. അപ്പോൾ റമളാൻ മാസത്തിലാണ് നമ്മൾ ദുആ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു അക്ബർ, എത്രത്തോളം ശ്രേഷ്ഠത ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തഹജ്ജുദിൻ്റെ സമയത്ത് എണീക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാമത്തെ ആകാശത്തേക്ക് വന്നിട്ട് ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ എന്നോട് ദുആ ചെയ്യുന്നവർ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും വേദനകളുണ്ടോ, എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് അത് പൊറുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നോട് ചോദിക്കൂ, അവർക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാം ആകാശത്ത് നമ്മളടുത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. സുബഹിൻ്റെ സമയം വരെ നമുക്ക് എന്തുണ്ട്, സമയമുണ്ട്. തഹജ്ജുദിൻ്റെ സമയത്ത് ദുആ ചെയ്യാൻ ആ സുബഹിൻ്റെ സമയം വരെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്തായാലും നമ്മുടെ ദുആ സ്വീകരിക്കും. എന്തായാലും നമ്മൾ ഈ റമളാൻ മാസത്തെ അത്താഴത്തിന് എണീക്കണമല്ലേ, അത്താഴത്തിന് എണീക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചൊരു 10 മിനിറ്റ് മുമ്പേ എണീറ്റ് കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ആ ദുആ എന്താക്കാൻ പറ്റൂല, തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ തഹജ്ജുദിന് എണീച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ദുആ ചെയ്യുക, അല്ലാഹു തആല സ്വീകരിക്കുന്നതായിരിക്കും. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദിൻ്റെ സമയം എത്രത്തോളം എണീറ്റ് നിസ്കരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിനൊരു കണക്കില്ല. അത്രത്തോളം നമ്മളെ മുത്തുനബി എല്ലാം കൊണ്ടും ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കളവ് പോലും പറയാത്ത, ഒരു തെറ്റുപോലും ചെയ്യാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദിൻ്റെ സമയത്ത് എണീച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാപികളായ ഞാനും എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ളവർ പാപികളായ നമ്മൾ തഹജ്ജുദിൻ്റെ സമയത്ത് എണീച്ചിട്ട് ദ്വാർക്കണ്ടേ, ദുആ ചെയ്താൽ അല്ലാഹു തആല തട്ടിക്കളയൂല. റമളാൻ മാസമാണ്. അപ്പോൾ ഒന്നാമത്തെ സമയം എന്ന് പറയുന്നത് തഹജ്ജുദിൻ്റെ സമയമാണ് ഇൻഷാ അല്ലാഹ് ട്ടോ. രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് ഇഫ്താറിൻ്റെ സമയമാണ്, നോമ്പ് തുറേണ്ട സമയം. നോമ്പ് തുറേണ്ട സമയത്ത് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അത് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി ഇഫ്താറിൻ്റെ സമയം ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് കബൂൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ ആ സമയത്തൊക്കെ കിച്ചണിൽ തിരക്കിലായിരിക്കും, പിന്നെ ആണുങ്ങളാണെങ്കിൽ ജോലി തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ മറ്റു മക്കളെ മൊബൈലിലൊക്കെ കളിക്കുന്നതായിരിക്കും. എന്തൊരു തിരക്കിലാണെങ്കിലും നിങ്ങൾ ഇഫ്താറിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് എന്തൊരു ആവശ്യങ്ങളാണെങ്കിലും ആവശ്യങ്ങളൊക്കെ മാറ്റി നിർത്തി നിങ്ങളെല്ലാവരും ഒന്ന് ഒരുമിച്ച് ചുറ്റിലും ഇരുന്നിട്ട് അല്ലാഹു തആലയോട് ദുആ ചെയ്യുക. എന്തൊരു പ്രശ്നമാണെങ്കിലും എന്തൊരു പ്രയാസമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു തആല ഖബൂൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇഫ്താറിൻ്റെ സമയം നിങ്ങൾ വളരെയധികം നോട്ട് ചെയ്യുക. എല്ലാവരും ബിസിയുള്ളവരോടൊക്കെ മാറി ആ സമയത്ത് നിങ്ങൾ എന്തൊരു പ്രശ്നത്തിനാണെങ്കിലും ഒക്കെ മാറിയിട്ട് ഇതിനു വേണ്ടി വന്നിരുന്ന് ദുആ ചെയ്യുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. അടുത്ത മൂന്നാമത്തെ സമയം എന്ന് പറയുന്നത് അത്താഴത്തിൻ്റെ സമയമാണ്. അത്താഴത്തിൻ്റെ സമയം എന്ന് പറയുന്നത് തഹജ്ജുദിൻ്റെ അതേ സമയം തന്നെ അല്ലേ. തഹജ്ജുദിൻ്റെ സമയം കിട്ടാത്തവരെന്താ ചെയ്യുക, അത്താഴത്തിന് എണീച്ചിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല എന്തായാലും സ്വീകരിക്കും. അല്ലാഹു തആല നമ്മുടെ ദുആ കബൂൽ ചെയ്യുക തന്നെ ചെയ്യും, തട്ടിക്കളയൂല. അപ്പം അത്താഴത്തിൻ്റെ സമയം തഹജ്ജുദിന് വേണ്ടി എണീക്കുന്നവർ തഹജ്ജുദിനും ദുആ ചെയ്യുക, അത്താഴത്തിനും ദുആ ചെയ്യുക, അല്ലാഹു തആല സ്വീകരിക്കും. അപ്പോൾ ഇത്രക്കും പവിത്രമാക്കപ്പെട്ട സമയം നമ്മുടെ മുമ്പിലാണ്. ഇപ്പോൾ ആദ്യത്തെ 10 കഴിയാനായി കഴിഞ്ഞ് ഓടുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ റമളാൻ നമ്മളിൽ നിന്ന് അകന്ന് പോവുകയാണ്. അതിന് മുമ്പ് തന്നെ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ച് പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ദുആവും ചെയ്ത് നിങ്ങൾ വാങ്ങിക്കോളി. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്തത് നാലാമത്തേതെന്ന് പറയുന്നത് ഖുർആൻ ഓതി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് പിന്നെ റമളാൻ മാസം ആയതുകൊണ്ട് എന്തായാലും എല്ലാവരും ഓതുന്നുണ്ടാവും അല്ലേ. ഖത്തം ഓതാൻ നിയ്യത്ത് വെക്കുന്നവർ എന്ത് ചെയ്യുക, എല്ലാ സുബ്ഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശായിനൊക്കെ 6 പേജ് വീതം ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ഖത്തം തീർക്കാൻ പറ്റും പെട്ടെന്ന്. പിന്നെ സ്കൂളിൽ കോളേജിലൊക്കെ പോകുന്ന മക്കളാണെങ്കിൽ വന്നിട്ട്
എപ്പോഴാണോ സമയം വൈകിട്ടാണെങ്കിൽ അവർ ഇരുന്ന ഇരുത്തിൽ എന്താണ് ഒരു 30 പേജ് ഓതി കംപ്ലീറ്റ്, ദിവസം 30 പേജ് ഓതി കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഖത്തം ഓതി തീർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഖുറാൻ ഓതി കഴിഞ്ഞതിന് ശേഷമുള്ള ദുആ അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി ഖുറാൻ ഓതിയതിന് ശേഷം പ്രാർത്ഥന നടത്തിയാൽ അല്ലാഹു തആല അത് തട്ടിക്കളയൂല എന്നാണ്. അപ്പോൾ ഏറ്റവും പ്രത്യേകത, നമ്മൾ ഖത്തം ഓതി കഴിഞ്ഞതിന് ശേഷം എന്തൊരു ഉദ്ദേശം വെച്ചാണോ നമ്മൾ ഓതിയത്, അല്ലാഹു തആല നമുക്കത് നൽകിയിരിക്കും. ഹലാലായ ഉദ്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും നൽകിയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഖത്തം ഓതി കഴിഞ്ഞാലും ദിവസവും ഖുറാൻ ഓതി കഴിഞ്ഞാലും അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. 4-ാമത്തെ ഖുറാൻ ഓതിയതിന് ശേഷമുള്ള ദുആ ആണ്. ഓക്കെ, അടുത്തത് 5-ാമത്തെ കാര്യം, നമ്മൾ ദുആക്ക് വേണ്ടിയിട്ട് മാത്രം സമയം കണ്ടെത്തുക. ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മളിപ്പോൾ നിസ്കരിക്കാൻ സമയം കണ്ടെത്തുന്നില്ലേ, ഖുറാൻ ഓതാൻ സമയം കണ്ടെത്തുന്നില്ലേ, ദിക്റുകൾ ചൊല്ലാൻ സമയം കിട്ടുന്നില്ലേ, സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ലേ, അതുപോലെ തന്നെ ദുആ ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മൾ ഇരുന്ന് ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആലക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സമയം കണ്ടെത്തുക. അപ്പോൾ ആ സമയത്ത് ഒരു 2 റക്അത്ത് കൂടെ നിസ്കരിച്ചിട്ടും കൂടെ ദുആ ചെയ്താൽ ഭയങ്കര പെർഫെക്റ്റായി. നമ്മളെന്താ ചെയ്യുക, വുളുവൊക്കെ എടുത്ത് നല്ല വേഷങ്ങളൊക്കെ ധരിച്ച് മുഴുവനായിട്ട് കവർ ചെയ്ത് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറിൽ ഒരു 10-15 മിനിറ്റ് ദുആക്ക് വേണ്ടിയിട്ട് മാത്രം, നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ സമയം കണ്ടെത്തുക. ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ദുആ എന്താക്കുന്നതാണ്, സ്വീകരിക്കുന്നതാണ്. ദുആ ചെയ്യലും ഒരു അമലാണ്, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ദിവസവും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സമയം കണ്ടെത്തുക കേട്ടോ. നിസ്കാരം, ഖുറാനോത്ത്, തസ്ബീഹ് ഇതിനൊക്കെ പുറമെ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യാണ്, ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സമയം കണ്ടെത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. ഇതാണ് 5-ാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നൽകും, ഞാൻ നിങ്ങൾക്ക് നൽകുവാനുള്ളവനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എന്തായാലും നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ ദുആ ചെയ്യും അല്ലേ. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ദുആക്ക് മാത്രമായിട്ട് സമയം കണ്ടെത്തുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 സമയങ്ങളിൽ നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നിങ്ങളുടെ ദുആ കബൂൽ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്താൻ ഓർമ്മിക്കണം എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.